കാളേജ് തുറന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ കുത്തി തുറന്നെ. എന്തിനാ ജോർജ് കുത്തി തുറക്കുന്നേ? കാളേജ് തുറന്ന എല്ലാ പെൺകുട്ടികളെ കാണാൻ പറ്റൂ. എങ്കിലും നിന്നെ ഞാൻ സമ്മതിച്ചു ജോർജ്. നീ ഒരു പെണ്ണിനെ നോക്കിയാൽ മതി, അത് താനെ വളയും. പ്രേമെന്ന് വെച്ചാൽ ജോർജിന് വ്രതമാശം പോവും. വളയുന്നവരെ ജോർജ് പച്ചവെള്ളം കുടിക്കില്ല. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നെ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ വായി നോക്കി നിൽക്കുന്നത്. അയ്യോ സരോജം, ജോർജ് പാവമാ. അതെ അതെ, ഉറങ്ങിക്കിടക്കുമ്പോ മാത്രം. നിൽക്ക്, എന്താ കുട്ടിയുടെ പേര്? പേരക്ക. എന്നാ ഞങ്ങളൊന്ന് കടിച്ചു തിന്നോട്ടെ. നിന്നോക്ക് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സർവജം. നീ എന്റെ മുന്നിൽ ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാ മതി. റാങ്കിങ് ആയിരിക്കും, എന്നാലും കളിക്കാം. ഇന്നാ പിടിച്ചോ. First things first, I'ma say all the words inside my head. I'm fired up and tired of the way that things have been. Oh, ooh, the way that things have been. Oh, ooh. Second thing, second, don't you tell me what you think that I can be. I'm the one at the sail, I'm the master of my sea. Oh, ooh, the master of my sea. Oh, ooh. I was broken from a young age, taking my soak into the masses, writing my poems for the few that look at me, took to me, shook at me, feeling me, singing from heartache, from the pain, taking my message from the veins, speaking my lesson from the brain, seeing the beauty through the. Hey, you made me up, you made me a believer, believer. Hey, you made me down, you built me a believer. ഓളക്കയിൽ നീരാടി, ഓലത്തുമ്പിൽ ചാഞ്ചാടി, കത്തിച്ചിടുങ്ങി കുത്തിക്കുടുങ്ങി എത്തിത്തരക്കാറ്റേവാ. ഓളക്കയിൽ നീരാടി, ഓലത്തുമ്പിൽ ചാഞ്ചാടി, കത്തിച്ചിടുങ്ങി കുത്തിക്കുടുങ്ങി എത്തിത്തരക്കാറ്റേവാ. എന്താ കുട്ടിയുടെ പേര്? ദർശന. കുട്ടിക്ക് മുടി അഴിച്ചിടുന്ന കേട്ടോ കുറച്ചുകൂടെ ഭംഗി. അയ്യോ, എന്റെ ഫോൺ കാണുന്നില്ല, എവിടെ വെച്ചോ എന്തോ. കുട്ടി, എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ. വിളിക്കല്ലേ വിളിക്കല്ലേ, നിന്റെ നമ്പർ കിട്ടാനുള്ള അങ്ങനെ നമ്പരാ അത്. മോനെ, നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? മനസ്സ് ഹാപ്പി അല്ലേ? അയ്യോ, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാ. ഇത് ചോദിച്ചു വാങ്ങിച്ച എൻട്രിയാ. മോനെ പേടിക്കണ്ട, ഞാൻ അച്ഛനെ വരെ മോനെ എന്നാ വിളിക്കണേ. എല്ലാരും ഹാപ്പി അല്ലേ? രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞ കാണിക്കും. ഹലോ, എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്കോ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരേ. നിൽക്കടി. എന്താ സ്റ്റോപ്പ് പറഞ്ഞത്? എന്താ നിന്റെ പേര്? മലർ. ഇത്രയും മലർന്നാ മതിയോ? നീങ്ക എന്നാ പണ്ണീങ്ക? എന്തര്? നീ എന്ത് പന്നിയാടാന്നാ അവള് ചോദിച്ചത്. എടാ, അവള് തമിഴാ പറയുന്നത്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഐ എം നോട്ട് എ സ്റ്റുഡന്റ്, ഐ എം ലെക്ചർ. എന്തര്? എടാ, അവള് കച്ചേരിയാന്നാ പറയുന്നത്. എടാ, കച്ചറയല്ല ലെക്ചർ എന്നാ പറഞ്ഞത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. എന്താ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഇത് പ്ലെയർ,
ഇത് ടെസ്റ്റർ, ഇത് സ്ക്രൂ ഡ്രൈവർ, ഞാൻ ഇലക്ട്രീഷ്യൻ സുധാകരൻ. എടോ അതല്ലെന്ന് താൻ ആരാ? അൽവിന ടീച്ചറെ, അയ്യോടി പഠിക്കുന്ന അപ്പുവിന്റെ അച്ഛനാണ് ഞാൻ. അയ്യോടി അല്ല 10D. 10D പഠിക്കുന്ന അപ്പുവിന്റെ അച്ഛനാണല്ലേ? തന്റെ വീട് എന്റെ വീട് അപ്പുവിന്റെയും. നന്നായി അല്ലെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അൽവിന ടീച്ചറെ, മോൻ പറഞ്ഞു സ്കൂളിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്, പ്രിൻസിപ്പാളിനെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. സ്കൂളിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന് കേട്ടപ്പോ ടെസ്റ്റും പ്ലെയറും ഒക്കെ എടുത്തോണ്ടെങ്കിൽ വന്നല്ലേ? അല്ല ടീച്ചറെ, എവിടെയാണ്? ഫാനാണോ കംപ്ലൈന്റ്? ഫാനല്ല കംപ്ലൈന്റ്, തന്റെ മോനാണ് കംപ്ലൈന്റ്. എന്റെ മോനോ, ആ ചെറുക്കം കാണിച്ചു വെക്കണ ഓരോ കുരുത്തക്കേടുകള്. കുരുത്തക്കേട് കാണിക്കോ അവൻ? കുരുത്തക്കേട് കാണിക്കോന്നു 10-20 അടി പൊക്കോളം ആവി കയറി മാങ്ങോറിക്കും. എനിക്കത് കാണുമ്പോ അത്ഭുതം തോന്നും. ടീച്ചറെ, ഇതൊന്നും ഒരു അത്ഭുതമല്ല. അത്ഭുതം എന്ന് വെച്ചാ ഉദാഹരണത്തിന് മാവിന്ന് തേങ്ങ പറിക്കുക, തെങ്ങിന്ന് ആപ്പിൾ പറിക്കുക, ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ. അവന്റെ അപ്പൂപ്പൻ ടവറിന്റെ മണ്ട ഊനാലി കെട്ടി ആടുന്ന മനുഷ്യനായിരുന്നു, അറിയാവോ? अमरेंद्र बाहुबली यानी मैं, माहिष्मती की असंख्य प्रजा और उनके धन, मान और प्राण का रक्षक, निरंतर अपने कर्तव्य का निर्वहन करते हुए मुझे अगर प्राण भी त्यागना पड़े तो संकोच नहीं करूंगा. गली गली तेरी लाहौर जली, जियो रे बाहुबली. गली गली तेरी लाहौर जली, जियो रे बाहुबली. प्राणों से बढ़ के हमको है तू प्यारा. सब गाएंगे, दोहराएंगे अब तेरा जय जयकारा. അപ്പൊ തന്റെ മകൻ മരം കയറി നടക്കുന്നേ തനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ കുഴപ്പം? പിന്നെ സുധാര, അപ്പൂന്റെ ക്ലാസ്സിൽ 45 പിള്ളേരുണ്ട്. ഇത്രയും പിള്ളേര് നമ്മൾ അപ്പൂന് മാത്രമാണ് എന്ന് എംബോസിഷൻ കൊടുക്കുന്നത്. താങ്ക് യു ടീച്ചർ. പിന്നെ എന്റെ മകന് കൊടുക്കുന്നോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 45 കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു ക്ലാസ്സിൽ ഒരു സാധനം കൊടുക്കുവാണെങ്കിൽ അത് ആ ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലാതെ എന്റെ മകനായിട്ട് കൊടുക്കരുത്. ഇനി ചിലപ്പോ മറ്റു കുട്ടികൾക്ക് എന്റെ മകനോട് ഈഗോ അടിക്കും. അത് പഠിക്കാത്തതിന് കൊടുക്കുന്നതാണ് ഇമ്പോസിഷൻ. പിന്നെ എങ്ങനെ ചെറുക്കാൻ പഠിക്കുമെന്ന് പറ. ഓരോരോ സാധനങ്ങളും പഠിക്കാത്ത പിള്ളേർക്ക് മേടിച്ചു കൊടുത്ത് അവരവര് പ്രോത്സാഹിപ്പിക്കുമല്ലോ. നമ്മളെ പഠിച്ചപ്പോ നമ്മളെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് എന്റെ ചെറുക്കന്റെ ഭാവി എന്ന് വരിക്കും. ഇതുകൊണ്ടാ ഇത് മൊത്തം നിങ്ങളുടെ മോന്റെ കംപ്ലൈന്റ് ആണ്. വന്ന് നോക്ക്. ഒന്നും അറിയണില്ലല്ലേ? യെസ്, കം ഇൻ. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആര് കാറി തുപ്പി? ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്. അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പി? ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരാ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചീനങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നവരെ എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ? താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഞാൻ അമ്മാവാ. രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു. രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു.
നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. I am Bharat Chandran. Just remember that. നടക്കുന്നില്ല. 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 അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവർ എത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. ഇനി ആര്? ഹിന്ദുക്കൾക്ക് അവൻ മഹിരാവണൻ, മുസ്ലിങ്ങൾക്കിടയിൽ അവനെ ഇബിലിസ് എന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊറ്റ പേരേ ഉള്ളൂ, ലാസിഫർ. എന്നോട് പരിചയമുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാക്കിന് എന്നെ കടി കിട്ടി, നാശം കിട്ടുന്നില്ല. സംഭവം എന്തൊരു ഡേറ്റി ബിസിനസ് ആണ്, അതെനിക്കറിയാം. വീണ് കിടക്കാതെ എനിക്ക് പോടാ ചേർക്കവിടുന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കോണം കാണിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു, ഇവിടെ നല്ല കാറ്റും മഴയോ, പിന്നെ വിളിക്ക. കോൾ കട്ടായി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല. രാമൻകുട്ടിയുടെ മരം ആടി ഉലഞ്ഞു.
ഒന്ന് ഓഫ് ചെയ്യാൻ പറയാൻ പാണ്. എടോ തണ്ണണാൻ. വിനയം, മര്യാദ, സ്നേഹം, സഹനശക്തി. ആ സരി 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 നന്നായി വരും. എല്ലാവരും നന്നായി വരും. എനക്ക് ഈ നാടകത്തിൽ അഭിനയിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ അണ്ണാ. പറയൂ. നിന്റെയൊക്കെ നാടകം എനിക്ക് മനസ്സിലായി. ദാ മോനെ, വാ. ഇനി ഞാൻ ഒരു കഥ പറയാം. നീയല്ലേ നായിക, നീ വാ. രംഗണ്ണ, ഇത് അധോലോകമല്ല, കലാലോകം. മറന്നു പോകരുത്. നീ വാ, നീ വാ, നീ വാ. കലാകാരന് വേണ്ട നാളെ എന്തൊക്കെ? സ്നേഹം, അയ്യോ, വിനയം, അയ്യോ, മര്യാദ, ഓ, നല്ല സകലശക്തി വേണം. അണ്ണ അവനെ വിടരുത്. അവനാണ് അവനെ കൂടുതൽ അടിച്ചത്. അയ്യോ അല്ലല്ലേ, ഞാൻ ഇന്നത്തെ ഗസ്റ്റ്. അയ്യോ നിർത്ത്. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ?